എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ ഓർക്കുണ്ടാവും ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് എന്താ കാര്യം എന്ന്. ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഓറഞ്ച് വാങ്ങിച്ചിട്ട് അത് കഴിക്കും, അല്ലെങ്കിൽ അത് ജ്യൂസ് ഉണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഓറഞ്ച് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടിലെ ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിന്ന് ഓറഞ്ചിൻ്റെ തൊണ്ട് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ഓറഞ്ചിൻ്റെ തൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് വെച്ചിട്ടൊരു മിഠായി ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഓറഞ്ചിൻ്റെ തൊണ്ടുകളാണിത്. ഇത്ര അധികം വേണമെന്നൊന്നുമില്ല കേട്ടോ. 1-2 തൊണ്ടുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷൂവിലെ സ്മെല്ലൊക്കെ കളയാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇതിപ്പോൾ വേനൽക്കാലം അല്ലേ. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വിയർപ്പ്. അപ്പോൾ വിയർപ്പ് നാറ്റമൊക്കെ നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ ഷൂ ഒക്കെ ഇട്ടിട്ട് പോയി വൈകുന്നേരം വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ആ സോക്സൊക്കെ വിയർത്ത് നനഞ്ഞ് ആ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് പോകാനായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ സോക്സൊക്കെ മാറി ഷൂ ഒക്കെ ഊരി വയ്ക്കുന്ന ആ ഒരു സമയത്ത് ഓറഞ്ചിൻ്റെ തൊണ്ടെടുത്തിട്ട് ഈ ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അതങ്ങനെ അവിടെ വെച്ചേക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊണ്ടെടുത്ത് മാറ്റുക. അപ്പോൾ ആ ഷൂവിൻ്റെ ഉള്ളിലുള്ള ദുർഗന്ധമൊക്കെ ഈ ഓറഞ്ചിൻ്റെ തൊണ്ട് വലിച്ചെടുക്കും. മാത്രമല്ല ആ ഷൂവിനൊരു ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു നല്ലൊരു മണവും നൽകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷൂവിലെ ദുർഗന്ധമൊക്കെ അകറ്റാനായിട്ട് ഓറഞ്ചിൻ്റെ തൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ചിട്ട് വീട്ടിലെ ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ക്ലീനിങ് ലോഷൻ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ക്ലീനറിനെ പറ്റി. ഒരു ഓറഞ്ച് ക്ലീനർ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. കുറച്ച് ഓറഞ്ചിൻ്റെ തൊണ്ട് എടുക്കുക, എന്നിട്ട് കുറച്ച് വിനാഗിരിയിൽ അതിട്ട് വെക്കുക. അപ്പോൾ അന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ തൊണ്ട് ഇട്ട് വെച്ച ആ കുപ്പിയാണിത്. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ആഴ്ചയിലധികമായി ഞാനിങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ടത് നല്ലോണം ആ ഓറഞ്ചിൻ്റെ അംശമൊക്കെ ആ വിനാഗിരിയിലേക്ക് ഇറങ്ങി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ ഓറഞ്ചിൻ്റെ തൊണ്ടും വിനാഗിരിയും കൂടി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം കൂടുമ്പോൾ ആ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് കുലുക്കിയിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി ആ ഓറഞ്ചിൻ്റെ അംശമൊക്കെ ആ വിനാഗിരിയിലേക്ക് ഇറങ്ങും. പിന്നെ നമ്മൾ സാധാരണ മാങ്ങയും നെല്ലിക്കയും ഉപ്പിലിട്ട് വെക്കില്ലേ, അതുപോലെ തന്നെ ആ വെള്ളത്തിന് ആ ഓറഞ്ചിൻ്റെ അംശമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ തുടയ്ക്കാനായിട്ട് വളരെ നല്ലൊരു ക്ലീനറാണ്. അതുപോലെ സിങ്ക്, വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്ലീനർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ജനൽ കമ്പികൾ ക്ലീൻ ചെയ്യാൻ, ജനലുകൾ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ക്ലീനർ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, അതുപോലെ ടൈലുകൾ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ക്ലീനർ ഉപയോഗിക്കരുത്. കാരണം അതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ, നമ്മളുടെ വീട്ടിലെ ഫ്ലോറിങ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ അത് കാലക്രമേണ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു പോളിഷ് മങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതല്ലാതുള്ള സ്ഥലത്ത്, നാച്ചുറൽ സ്റ്റോൺ അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റോണൊക്കെ ഇട്ടിട്ടുള്ള ഭാഗമാണെങ്കിൽ നമുക്ക് ഈ ക്ലീനർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ക്ലീനർ പരിചയപ്പെടാം. ഇതും വിനാഗിരിയും ഓറഞ്ചിൻ്റെ തൊണ്ടും കൂടി ഫ്രീസറിൽ എടുത്ത് വെച്ച ഐസ് ക്യൂബാക്കി മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊണ്ട്, കുറച്ച് നാരങ്ങയുടെ തൊണ്ടൊക്കെ ഞാൻ കുറച്ച് വിനാഗിരിയിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിങ്കിലേക്ക് ദുർഗന്ധം കളയാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് നമ്മുടെ സിങ്കിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫൗൾ സ്മെല്ലൊക്കെ പോയി സിങ്ക് നല്ല ക്ലീൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, വിനാഗിരി ഉള്ളത് കൊണ്ട് തന്നെ വിനാഗിരിയും ഓറഞ്ചിൽ സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ സിട്രിക് ആസിഡും കൂടി ചേരുമ്പോൾ ആ ചെറിയ ബ്ലോക്കുകളൊക്കെ നമ്മുടെ സിങ്കിലുണ്ടെങ്കിൽ ആ ബ്ലോക്കുകളൊക്കെ മാറ്റി സിങ്ക് ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചെറിയ ബ്ലോക്കൊക്കെ മാറുള്ളൂ കേട്ടോ, വലിയ ബ്ലോക്കൊന്നും മാറില്ല. അപ്പോൾ ആരും വലിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ടിട്ട് മാറിയില്ലല്ലോ എന്ന് പറയരുത്. ചെറിയ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിനും അടുക്കളയ്ക്കൊക്കെ ഒരു നല്ലൊരു മണവും നൽകും ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊണ്ടും നാരങ്ങയുടെ തൊണ്ടൊന്നും ഇനി കളയരുത്. ഇതുപോലെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ സിങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ വിനാഗിരിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പോവും. എന്നിട്ട് നമുക്ക് ആ ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയൊക്കെ തൊണ്ട് എടുത്ത് മാറ്റാവുന്നതാണ്. അത് അവിടെ തന്നെ ഇടരുത്, അതെടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മീനൊക്കെ വാങ്ങി വൃത്തിയാക്കിയതിന് ശേഷം
ഇതുപോലെ നമ്മുടെ വിനാഗിരിയും ഓറഞ്ചിൻ്റെ തൊണ്ടും ചേർത്തിട്ടുള്ള ആ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറി ആ സ്മെല്ലൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും. അതുപോലെ നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന കപ്പിൽ ചിലപ്പോൾ ചായയുടെയൊക്കെ കറകൾ അടിയാറുണ്ട്. അപ്പോൾ കറകളൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ചായ കുടിക്കുന്ന ഒരു കപ്പാണ്, ഇതിൽ കുറച്ച് കറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കറകൾ നമുക്ക് കളയാനായിട്ട് ഓറഞ്ചിൻ്റെ തൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കപ്പിലെ കറകളൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പ് മാത്രമല്ല, അതുപോലെ നമ്മൾ ചായ കുടിക്കുന്ന ചില്ലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇങ്ങനത്തെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചായക്കറകൾ, ചായപാത്രത്തിലേക്ക് ചായയുടെ കറകൾ കളയാനായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊണ്ട് ഉപയോഗിക്കാം. വളരെ എഫക്റ്റീവാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിലെ കറകളൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട്. ഒരുപാട് ഇട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൈ വെച്ചിട്ട് ആ ഓറഞ്ചിൻ്റെ തൊണ്ട് ആ കപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ കപ്പിലെ അഴുക്കുകളൊക്കെ പോയി കപ്പ് ക്ലീനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതിൽ അഴുക്കുകളും കറകളും ഒക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ച് തൊലി വെച്ചിട്ട് ഇങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാത്റൂമിലെ പൈപ്പിലുള്ള സോപ്പിൻ്റെ കറ കളയാനായിട്ട് എങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാത്റൂമിലെ പൈപ്പുകൾ, അതുപോലെ കിച്ചൺ സിങ്കിലെ പൈപ്പുകളിലൊക്കെ സോപ്പിൻ്റെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഓറഞ്ചിലുള്ള സിട്രിക് ആസിഡിൻ്റെ അംശത്തിൻ്റെ ആ ഒരു പവർ കൊണ്ട് ആ പൈപ്പിലുള്ള കറകളൊക്കെ, സോപ്പിൻ്റെ കറകളൊക്കെ പോയി പൈപ്പ് നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ജസ്റ്റ് പൈപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിക്കളയുക. അപ്പോൾ നമ്മുടെ പൈപ്പുകളിൽ അഴുക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലെ സ്മെല്ലൊക്കെ കളയാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ആ ഓറഞ്ചും ഉപ്പും കൂടി പ്രവർത്തിച്ചിട്ട് ഫ്രിഡ്ജിലെ സ്മെല്ലൊക്കെ മാറും. അപ്പോൾ ഫ്രിഡ്ജിൽ എന്ത് ഫൗൾ സ്മെല്ലുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് വഴി അത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ തൊണ്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇനി അതിന് പകരമായിട്ട് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊണ്ടൊന്ന് വെച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ ആ സ്മെല്ലൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ കുറച്ച് ഉപകാരങ്ങൾ മാത്രം, ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള കുറച്ച് ഉപകാരങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഓറഞ്ച് നമ്മൾ തൊലി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് അത് നമ്മുടെ മുഖത്തൊക്കെ ഒരു സ്ക്രബായിട്ട്, ഒരു ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് ഓറഞ്ച് ടീ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് വീട്ടിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വീട്ടിലെ സ്മെല്ലുകൾ, കിച്ചണിലേക്ക് സ്മെല്ല് പോകാനായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ വീട്ടിലെ സ്മെല്ല് പോകാനായിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. കൂടാതെ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ തൊണ്ട് വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും യൂസസ് ഒക്കെ അറിയാമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.